ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ വെറുതെ ഒരു ഫിലിം ഡയറക്റ്റ് ഇല്ല എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. നുണക്കുഴിയിൽ എന്താണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ഇത് തന്നെ ചിരി. അതിനാണ് ഞങ്ങളുടെ ശ്രമം. ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് കാരണം. അപ്പം ആ ഒരു ബേസിക്കലി സിനിമയെല്ലാം എൻ്റർടൈൻ ചെയ്യണം. അത് പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാം. നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എൻ്റർടൈൻ ചെയ്യാം, ഹൊറർ സിനിമകളിലൂടെ എൻ്റർടൈൻ ചെയ്യാം. പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം അത് തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നുണക്കുഴി. അത് എന്താ പറയുക, അത് ഇതായോ എന്താ പറയുക, അത് ഫുൾഫിൽഡ് ആയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് കിട്ടുള്ളൂ. ഞങ്ങൾക്കെല്ലാവരും കോൺഫിഡൻ്റ് ആണ്, ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പ്രേക്ഷകരാണ് വിധികർത്താക്കൾ, അവരാണ് തീരുമാനിക്കേണ്ടത്. കോമഡി എൻ്റർടൈനർ ഇതാണ്. ഇതിലും ഒരു മെർഡർ ബോഡി വരുന്നുണ്ടല്ലോ, അതായത് ഇതിലൊരു മിസ്റ്ററി എലമെന്റ് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അത് നിങ്ങൾ സിനിമ ആണ്, അതിന് എനിക്ക് ഉത്തരം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. സാധാരണ ഒരു കോമഡി ത്രില്ലർ അല്ല. കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാമോ? എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം അത്യാവശ്യം കുറേ ചിരിച്ചു. ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നത്. കോമഡി ത്രില്ലർ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും.